പശ്ചിമ ബംഗാളിൽ സിബിഐക്ക് വീണ്ടും സ്വതന്ത്ര അധികാരം നൽകി സർക്കാർ. 2018 മുഖ്യമന്ത്രി മമതാ ബാനർജി സിബിഐക്ക് ജനറൽ കൺസെന്റ് നൽകിയിരുന്നില്ല. മമതാ സർക്കാർ പിൻവലിച്ച അനുമതിയാണ് സുവേന്ദു സർക്കാർ പുനഃസ്ഥാപിച്ചത്. അഴിമതി കേസുകളിൽ നടപടികൾ ശക്തമാകുമെന്നും സൂചന. ദിലീപ് കുറ്റിച്ചൽ ചേരുന്ന വാർത്തയുടെ വിവരങ്ങളുമായി. ദിലീപ്, പശ്ചിമ ബംഗാളിൽ സിബിഐക്ക് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് സുവേന്ദു സർക്കാർ. എന്തെല്ലാം കാര്യങ്ങളിലായിരിക്കും ഇനി നടപടികൾ ശക്തമാക്കാൻ സിബിഐക്ക് സാധിക്കുക? രോഹിണി, നിർണായകമായ ഒരു തീരുമാനമാണ് ബിജെപിയുടെ സുവേന്ദു അധികാരി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇപ്പോൾ ഉത്തരവിറക്കിയിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സിബിഐക്ക് ജനറൽ കൺസെന്റാണ് നൽകിയിരിക്കുന്നത്. 2018 തൃണമൂൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയാണ് സിബിഐക്ക് ജനറൽ കൺസെന്റ് പിൻവലിച്ചിരുന്നത്. ജനറൽ കൺസെന്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ കേന്ദ്ര ഉദ്യോഗസ്ഥർക്കെതിരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കെതിരെയോ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയോ അഴിമതി ആരോപണം ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും സിബിഐക്ക് സ്വമേധയാ കേസ് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ സ്വമേധയാ കേസ് അന്വേഷിക്കാമായിരുന്നു. പക്ഷേ 2018 ഏപ്രിൽ മാസത്തിൽ ഇത് പിൻവലിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ സർക്കാർ, അതായത് മമതാ ബാനർജി സർക്കാർ ഇത് പിൻവലിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സിബിഐക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണത്തിലോ അതോടൊപ്പം തന്നെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണവും പശ്ചിമ ബംഗാളിൽ നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ആ ഒരു ജനറൽ കൺസെന്റാണ് ഇപ്പോൾ ബിജെപിയുടെ സുവേന്ദു അധികാരി സർക്കാർ പിൻവലിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും വളരെയധികം സഹായകമാകും പശ്ചിമ ബംഗാളിൽ. പ്രത്യേകിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ, അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാവട്ടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ അതോടൊപ്പം തന്നെ മറ്റു ഏതെങ്കിലും ബിസിനസ്സുകാരോ ആയിക്കോട്ടെ, എന്തെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനവും നടത്തുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും സിബിഐ നേരിട്ടെത്തി കേസ് അന്വേഷിക്കാനും അതോടൊപ്പം തന്നെ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു തുറന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്. എന്തായാലും വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് ഈ സിബിഐക്ക് ജനറൽ കൺസെന്റ് നൽകിയതിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. രോഹിണി, ശരി. ദിലീപ് കുറ്റിച്ചലാണ് വിവരങ്ങൾ നൽകിയത്.